കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് എന്താണ് സംഭവിച്ചത്? വാർത്തകളും ന്യൂസുകളും കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ സെഡ് ആയിട്ടുണ്ടാവും. ബട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയർ പെർമനന്റ് ആയിട്ട് ബാൻ ആയിട്ടില്ല, ടെമ്പററി ആയിട്ടാണ് ഫ്രണ്ട്സ് ബാൻ ആയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ബാൻ ആയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പബ്ജി, ടിക്ടോക്ക് തുടങ്ങിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ബാൻ ആയിട്ടുണ്ടായിരുന്നു. ബട്ട് അതെല്ലാം പെർമനന്റ് ആയിട്ടായിരുന്നു. ബട്ട് നമ്മുടെ ഫ്രീ ഫയർ ബാൻ ആയിരിക്കുന്നത് ടെമ്പററി ആയിട്ടാണ്, താൽക്കാലികമായിട്ടാണ് ബാൻ ആയിരിക്കുന്നത്. അതുകൂടാതെ ഇന്തോനേഷ്യയിൽ നമ്മുടെ ഫ്രീ ഫയർ ബാൻ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഫ്രീ ഫയർ ക്രിയേറ്റ് ചെയ്തത് അഥവാ ഡെവലപ്മെന്റ് ഉണ്ടായത് വിയറ്റ്നാമിൽ നിന്നാണ്, പബ്ലിഷ് ചെയ്തത് സിംഗപ്പൂരിൽ നിന്നായിരുന്നു. അത് മാത്രമല്ല നമുക്കിവിടെ കാണാൻ സാധിക്കും Tencent ആയിട്ട് ഒരു 80.7% ഹോൾഡ്, ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ഫയർ. നമുക്ക് എല്ലാവർക്കും താഴെ കാണാൻ സാധിക്കും ഗരീന Tencent ആയിട്ട് ഒരു 18.7% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതായത് ചൈനയൊക്കെ ആയിട്ട്. സോ Tencent ആയിട്ടുള്ള ബന്ധം ഫ്രീ ഫയർ സ്റ്റോപ്പ് ചെയ്യും. BGMI വന്ന പോലെ ഫ്രീ ഫയർ തിരിച്ചു വരുന്നതായിരിക്കും. നമ്മുടെ ഇന്ത്യയിലെ സെക്ഷൻ 69A ആക്ടിലൂടെയാണ് ഫ്രീ ഫയർ ടെമ്പററി ആയിട്ട് ബാൻ ആയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഫ്രീ ഫയർ നമുക്ക് കാണാൻ സാധിക്കാത്തത്. സോ നമ്മുടെ ഫ്രീ ഫയർ ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ആയിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. ഫ്രീ ഫയർ എങ്ങനെ തിരിച്ചു വരുമെന്ന് നോക്കാം. അതായത് ഫ്രീ ഫയർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യൻ സെർവറിനെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സെർവറാണ് ഫ്രീ ഫയറിന് ഇന്ത്യൻ സെർവർ. മറ്റെല്ലാ സെർവറിനെ അപേക്ഷിച്ചിട്ട് ഫ്രീ ഫയറിന് ഇന്ത്യൻ സെർവർ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സെർവറാണ്. മറ്റെല്ലാ സെർവറുകളൊക്കെ അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ ടോപ്പപ്പ്, അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ലാഭമൊക്കെ കിട്ടുന്നത് ഇന്ത്യൻ സെർവറിൽ നിന്നാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഗരീന എന്തായാലും ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ആ ഇഷ്യൂ പരിഹരിച്ചിട്ട്, അതായത് Tencent ഒക്കെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ ആ Tencent ആയിട്ടുള്ള കണക്ഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിലെ റൂൾസ് ഒക്കെ നോക്കിയിട്ട് ആ റൂൾസിന് അനുസൃതമായി നല്ല ഒരു പുതിയ ഒരു ഗെയിം ഫ്രീ ഫയർ അതായത് കൊണ്ടുവരുന്നതായിരിക്കും പ്ലേ സ്റ്റോറിലോട്ടൊക്കെ. പബ്ജി നമുക്ക് എല്ലാവർക്കും അതൊരു ഉദാഹരണമാണ്. പബ്ജി ബാൻ ആയപ്പോൾ നമുക്ക് എല്ലാവർക്കും BGMI തിരിച്ചു വന്നു ഇന്ത്യയിലേക്ക്. വേൾഡിൽ ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കുന്ന, ഫ്രീ ഫയർ കളിക്കുന്ന പ്ലേയേഴ്സും ഇന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള സെർവറുകളൊക്കെ സ്റ്റോപ്പ് എടുത്തിട്ടാണെങ്കിൽ കൂടിയും ഫ്രീ ഫയർ ഇന്ത്യൻ സെർവർ എന്തായാലും തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം 100% ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രീ ഫയറിൽ ഇപ്പോൾ നല്ല ഈവന്റ് ഒന്നും വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഫയർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെ നമുക്ക് തിരിച്ച് ഫ്രീ ഫയർ തിരിച്ചു കൊണ്ടുവരാം നമ്മുടെ ഇന്ത്യൻ സെർവറിലോട്ട്, എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഫ്രീ ഫയർ മാക്സിനാണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല, നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ഫയർ മാക്സും കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഫ്രീ ഫയർ മാക്സ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ചെറിയ അതായത് ഗ്രാഫിക്സ് കുറച്ചിട്ടിട്ട് കളിക്കുക. സോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അതുമാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ടും തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.